ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാട്സപ്പ് എല്ലാം യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോഴെങ്കിലും നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് പറയുന്നത്. കുറേ അധികം പേർക്ക് ഇത്തരത്തിൽ ഈ ഒരു പ്രശ്നമെല്ലാം വരുന്നുണ്ട്. അതിനാൽ തന്നെ ഞാനും ഇങ്ങനെ ഈ ഒരു പ്രശ്നമെല്ലാം വരുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചെല്ലാമാണ് പറയുന്നത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി ആദ്യം ഞാൻ ഇതുപോലെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എനിക്ക് വന്നിരിക്കുന്ന ഈ ഒരു വോയിസ് മെസ്സേജ് എല്ലാം ഇവിടെ പ്ലേ ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്കിവിടെ കറക്റ്റായി ഈ ഒരു വോയിസ് മെസ്സേജ് ഒന്നും തന്നെ കേൾക്കുന്നില്ല. അതായത് ഇത് വളരെ സൗണ്ട് എല്ലാം കുറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എന്താണ് ഈ ഒരു വോയിസ് മെസ്സേജിൽ പറയുന്നത് എന്നൊന്നും വ്യക്തമാകില്ല. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ മൊബൈലിൻ്റെ വോളിയം എല്ലാം തന്നെ ഇതെല്ലാം തന്നെ ഫുള്ളിലല്ലേ, അല്ലെങ്കിൽ ഇനി ഇതിൽ കൂട്ടാനുണ്ടോ എന്നെല്ലാം നോക്കും. ഇത്തരത്തിൽ ഇത് കൂട്ടിയതിന് ശേഷവും ഇത് പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സൗണ്ട് ഒന്നും കറക്റ്റായി കേൾക്കുന്നില്ല, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ സൗണ്ട് എല്ലാമാണ് കേൾക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു പ്രശ്നം പലപ്പോഴും നമ്മൾ വീണ്ടും ഈ ഒരു വോയിസ് മെസ്സേജ് അവരോട് റിപ്പീറ്റായി അയക്കാനെല്ലാം പറയും, നിങ്ങളുടെ സൗണ്ട് ക്ലിയറായി കേൾക്കുന്നില്ല. എന്നാൽ ഇതല്ലാതെ ഇത്തരത്തിൽ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതിനായി ആദ്യം തന്നെ നമ്മൾ ഈ ഒരു വാട്സപ്പിൻ്റെ ഈ ഒരു ഐക്കണിൽ ലോങ് പ്രസ് ചെയ്യുക. ഇനി നമുക്കിവിടെ സൈഡിലായി ഒരു ഐ എന്ന ഒരു ബട്ടൺ വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരിക. ഇനി ഇത്തരത്തിലല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൻ്റെ സെറ്റിങ്സിൽ പോയതിന് ശേഷം ഇവിടെ നിങ്ങൾ ആപ്സ് എന്നതിൽ പോയാലും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ എല്ലാം ലഭിക്കും. അതായത് ആപ്സ് എന്നതിൽ പോകുമ്പോൾ നമുക്ക് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ എല്ലാം കാണാൻ സാധിക്കും. ഇവിടെ നിന്നും നിങ്ങൾക്ക് വാട്സപ്പ് എല്ലാം സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ താഴേക്ക് ഇതുപോലെ സ്ക്രോൾ ചെയ്തു വരുമ്പോൾ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ എല്ലാം വന്നിരിക്കുന്നത് കാണാം. സ്റ്റോറേജ് എന്ന് വന്നിട്ടുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇവിടെ ആപ്സ്, ഡാറ്റ, അതുപോലെ ക്യാഷ്, ഇങ്ങനെ കുറേ അധികം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇങ്ങനെയുള്ള ഈ ഒരു ക്യാഷ് ഇത് ഇപ്പോൾ തന്നെ റിമൂവ് ചെയ്യുക. നിങ്ങൾ ഒരിക്കലും ഡാറ്റയൊന്നും റിമൂവ് ചെയ്യരുത്. കാരണം നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയ കുറേ ഇൻഫർമേഷൻ, ചാറ്റ് എല്ലാം നമുക്ക് നഷ്ടപ്പെടാനെല്ലാം ഇത് കാരണമാകും. അതിനാൽ തന്നെ താഴെ വന്നിരിക്കുന്ന ക്യാഷ്, അല്ലെങ്കിൽ ഇവിടെ ഈ ക്യാഷ് എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിരിക്കുന്ന ക്ലിയർ ക്യാഷ് എന്നതാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഡാറ്റ ഒന്നും തന്നെ പോയിട്ടില്ല. ആകെ ഈ ഒരു ക്യാഷ് മാത്രമായി റിമൂവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാട്സപ്പിൽ പോയതിന് ശേഷം ഈ ഒരു സൗണ്ട് എല്ലാം പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് വ്യക്തമായി ഈ ഒരു സൗണ്ട് എല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പലപ്പോഴും എനിക്ക് ഈ ഒരു പ്രശ്നമെല്ലാം നേരത്തെ വന്നപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തപ്പോഴാണ് ഇത് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നത്. വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.